ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പലർക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് വാഹനത്തിൽ വരുന്ന ട്രാൻസിഷനെ കുറിച്ച്. ഇപ്പോൾ പല വാഹനങ്ങളിലും പല ട്രാൻസിഷൻ വരാറുണ്ട്. ഒന്ന് മാനുവൽ ട്രാൻസിഷൻ വരാറുണ്ട്, അതേമാതിരി തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസിഷൻ വരാറുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസിഷനിലെ ഓയിൽ പലരുടെ ഒരു ചിന്താഗതിയാണ് ഓട്ടോമാറ്റിക് ട്രാൻസിഷൻ ഓയിൽ മാറേണ്ട ആവശ്യമുണ്ടോ അതോ ഓയിൽ മാറേണ്ട ആവശ്യമില്ല എന്നുള്ളത്. എന്നാൽ ഓട്ടോമാറ്റിക് ട്രാൻസിഷൻ്റെ ഓയിൽ നിങ്ങൾ മസ്റ്റായിട്ട് റീപ്ലേസ് ചെയ്തിരിക്കണം. എന്നാൽ ആ റീപ്ലേസ് ചെയ്യേണ്ട ഒരു കാലാവധി എന്ന് പറയുന്നത് കുറച്ചധികം ഉണ്ട്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യുന്ന മാതിരിയോ അതേമാതിരി തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഓയിൽ മാറേണ്ട സമയത്തൊന്നും ഇതിൻ്റെ ഓയിൽ മാറേണ്ട ആവശ്യമില്ല. എന്നാൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനങ്ങളുടെയും ഓയിൽ മാറേണ്ട ആവശ്യമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട പണി കിട്ടുന്നതാണ്. ഇനി ഈ വാഹനത്തിന്റെ ട്രാൻസ്മിഷൻ ഓയിൽ മാറുന്ന ടെക്നീഷ്യൻ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. വാഹനത്തിന്റെ ട്രാൻസ്മിഷൻ ഓയിലിന്റെ കണ്ടീഷനും അതേമാതിരി തന്നെ ഗിയർ ജർക്കോ വല്ല കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ കസ്റ്റമറോട് ഇൻഫോം ചെയ്തതിന് ശേഷം മാത്രം ഇതിന്റെ ട്രാൻസ്മിഷൻ ഓയിൽ മാറുക. കാരണം എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഓയിൽ വളരെ ഡേർട്ടിയും അതേമാതിരി തന്നെ മെറ്റലിന്റെ അംശം കൂടുതലും ഉണ്ടെങ്കിൽ ഇനി ക്ലച്ച് കരിഞ്ഞ മണമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസ്മിഷൻ ഓയിൽ മാറിക്കഴിഞ്ഞാൽ ആ ഗിയർ ജർക്ക് കൂടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ വളരെ ബാഡ് ആണെങ്കിൽ ഇൻഫോം ചെയ്തതിന് ശേഷം മാത്രം മാറുക. ഇത് ഇച്ചിരി കച്ചറ ഉണ്ടായിരുന്നു, മെറ്റൽ അംശമൊക്കെ കൂടുതലുണ്ടായിരുന്നു. ഇത് കണ്ടല്ലോ, ഈ കാണുന്ന 3 മാഗ്നറ്റ് ആണ്. അപ്പം മാഗ്നറ്റിന് നല്ലപോലെ മെറ്റൽ അംശം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെയുള്ള വർക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് പറ്റിയ നല്ലൊരു വർഷമാണ് അബുദാബിയിലും ദുബായിലുമുള്ള ആര്യ ഓട്ടോ എന്ന് പറയുന്നത്. ഈ ഒരു വാഹനം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞു, വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലോ ഉപകാരപ്പെട്ടെങ്കിലോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.